എവ്രിവൺ വെൽക്കം ബാക്ക്. സ്ഥിരം 8 മാർക്സിന് എസ് എ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചാപ്റ്ററാണ് എന്ത് നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് 8 മാർക്സിന് എസ് എൻ്റെ ആ ഒരു ടോപ്പിക് തന്നെയായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇരുന്ന് നിങ്ങൾ കാണാനും ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എൻറ്റയർ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് എന്തിനും വരുന്നത് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് 1909 നമ്മൾ പറഞ്ഞു. നമ്മൾ എന്താ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ എന്താ ഇന്ത്യൻ എക്കോണമി 1950 to 1990 ആയിരുന്നു അല്ലേ. 1990ക്ക് ശേഷം എന്താണ് സംഭവിച്ചത്, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫുൾ തകർന്ന് തരിപ്പണമായി, ഫുൾ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളുമായി. നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അറിയില്ലേ. ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയുന്നത് 2 ആഴ്ചത്തേക്ക് പോലും ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ കൈവശം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആ സമയത്താണ് എന്താ ആരും നമുക്ക് പൈസ കടം തരാനായി അല്ലെ. നമ്മളിപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് നമ്മൾ പറഞ്ഞ ദിവസം തന്നില്ല, പിന്നെ നമുക്ക് അദ്ദേഹത്തിന് പിന്നെ ഒരു ദിവസം ചോദിക്കുമ്പോൾ അടുത്ത ദിവസം പിന്നെയും കടം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഒരു മടി ഉണ്ടാകത്തില്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ സിറ്റുവേഷൻ. പലരുടെയും കയ്യിൽ നിന്ന്, പല ഫോറിൻ കൺട്രീസിൻ്റെ കയ്യിൽ നിന്നും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ കടം മേടിച്ച് തിരിച്ചു കൊടുക്കാനാവാതെ, ഇൻട്രസ്റ്റ് പോലും തിരിച്ചു കൊടുക്കാനാവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ ഒരു രാജ്യങ്ങളും ഇനി ഇന്ത്യക്ക് പൈസ ഉണ്ടെങ്കിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ് കടം കൊടുക്കാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന സിറ്റുവേഷനിൽ നമുക്ക് രക്ഷകനായിട്ട് ആര് വന്നു? IMFും വേൾഡ് ബാങ്കും വന്നു. ഓക്കെ, IMFും വേൾഡ് ബാങ്കും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പൈസ തരാം പകരം, പക്ഷെ എന്താണ് ഞങ്ങൾ കുറച്ച് കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് ലോൺ തുക തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ലോൺ എമൗണ്ട് തരത്തുള്ളൂ. $7 billion ആണ്. ഓക്കെ, US dollar $7 billion ആണ്. അത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ നമ്മുടെ ഇന്ത്യ സമ്മതിച്ചു. ഞങ്ങൾ ആ കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാം അല്ലേ. ഗതി കെട്ടാൽ പുല്ലും തിന്നുമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ആ കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാം, ഞങ്ങൾക്ക് പൈസ മാത്രം തന്നാൽ മതി, നമ്മുടെ ഇക്കോണമി ഒന്ന് റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതാണ് എന്താ ഇക്കണോമിക് റിഫോംസ് അല്ലെ. എന്താണ് ന്യൂ ഇക്കണോമിക് പോളിസി 1991 എന്ന് പറയും. ഇതിൽ വന്നതാണ് നമ്മുടെ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂ ഇക്കണോമിക് പോളിസിയിലേക്ക് വരാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും 8 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ A പാർട്ടിൽ ഇങ്ങനെ ആയിരിക്കും വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇക്കണോമിക് റിഫോംസ് 1991 A പാർട്ടിൽ. B പാർട്ടിലായിരിക്കും LPG, എക്സ്പ്ലെയിൻ LPG എന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ LPG മാത്രം എഴുതാനായിട്ട് 8 മാർക്സിന് ചോദിക്കും. അപ്പോഴും നമ്മൾ എന്ത് എഴുതണം? ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എഴുതിയേ പറ്റത്തുള്ളൂ. ഓക്കെ, നോക്കി എന്തൊക്കെ റീസൺസ് ആണ് നമ്മുടെ ഇക്കണോമിക് റീഫോംസ് കൊണ്ടുവരാനുള്ള മെയിൻ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മുടെ ഇക്കോണമിയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ ദ കൺട്രി 1989 തൊട്ട് 1980s തൊട്ട് 1980 മുതൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെന്റ് ആയിരുന്നു. അതുപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ നോക്കിയേ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ ഇക്കോണമി ഇൻ 1980s. ആൻഡ് നോക്കിയേ ഫോറിൻ എക്സ്ചേഞ്ച് വാസ് സ്പെൻഡ് ഓൺ മീറ്റിംഗ് കൺസംഷൻ നീഡ്സ്. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഈ കടം മേടിക്കുന്നത് അതേപോലെ നമ്മൾ പറഞ്ഞു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നിന്നും ഫോറിൻ കൺട്രീസിൽ നിന്ന് കടം മേടിച്ചു. ഈ കടം മേടിക്കുന്നതൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്തെ ആളുകളുടെ കൺസംഷൻ നീഡ്സിന് വേണ്ടി മാത്രമേ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തെ എക്സ്പെൻസ് നികത്താനോ കാര്യത്തിനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കിയേ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിക്ലൈൻ ടു എ ലെവൽ ദാറ്റ് വാസ് നോട്ട് ആഡ്വക്കേറ്റ് ടു ഫിനാൻസ് ഇമ്പോർട്ട് ഫോർ മോർ ദാൻ 2 weeks. 2 ആഴ്ചത്തേക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് പോലും നമ്മുടെ ഇന്ത്യയുടെ കൈവശം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത് ഗൾഫ് വാർ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, പെട്രോളിയം പോലുള്ള പ്രൊഡക്ട്സിന് നമ്മൾ ഗൾഫ് കൺട്രീസിനാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ ഗൾഫ് വാർ വന്നത് കാരണം അതും ഒരു പ്രശ്നമായി. എന്ന് നോക്കിയേ സ്ലോ ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമി, പുവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആൻഡ് പ്രൈസ് റൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ഗുഡ്സ് ഉണ്ടാവും അല്ലേ, എസെൻഷ്യൽ ഗുഡ്സ്. അതാണ് എസെൻഷ്യൽ ഗുഡ്സ്. ആ എസെൻഷ്യൽ ഗുഡ്സിൻ്റെയൊക്കെ പ്രൈസ് കൂടി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എവിടെ വന്നു? നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനായി, ഭയങ്കര ഇൻഎഫിഷ്യൻ്റായി നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇക്കോണമിനെ കരകയറ്റാനായിട്ട് ആര് വന്നു? IMFും വേൾഡ് ബാങ്കും വന്നു. ഓക്കെ, അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം, പക്ഷെ ഞങ്ങൾ പറയുന്ന കണ്ടീഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പൈസ തരത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്താ ചെയ്തത്? അങ്ങനെ നമ്മൾ ചെയ്തതാണ് അവർ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നാണ് ന്യൂ ഇക്കണോമിക് പോളിസി 1991 എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതിലെ നമ്മൾ നോക്കാൻ പോകുന്നത്
ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, LPG എന്ന് പറയും. ഓക്കെ, LPG, യെസ്. അതിൽ ലിബറലൈസേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറൽ ആക്കുക. ഓക്കെ, നിങ്ങൾ എക്സാമിന് നിങ്ങൾ പറയത്തില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു, അതുകൊണ്ട് എന്താണ് പേപ്പർ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും നമ്മൾ പറയത്തില്ലേ? യെസ്, അത് തന്നെയാണ് സംഭവം എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ ഇക്കോണമിയിൽ ഗവൺമെൻറ് എന്തായിരുന്നു, നമ്മൾ ഈ 1950 to 1990s നമ്മൾ എന്താ കണ്ടത്, കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും IPRും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക, അത് എലിമിനേറ്റ് ചെയ്യുക, അത് ഇല്ലാണ്ടാക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്, ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിബറലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കുറേ സെക്ടേഴ്സിൽ വന്ന്, ഇൻഡസ്ട്രിയൽ സെക്ടറിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ സെക്ടറിലായിക്കോട്ടെ, അങ്ങനെ എന്താ ടാക്സ് റീഫോംസിലായിക്കോട്ടെ, ഇങ്ങനെ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ എന്താണ് ഈ ലിബറലൈസേഷൻ മാത്രം 8 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A പാർട്ടിൽ നമ്മളോട് ഈ എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട് എഴുതാൻ പറയും, B പാർട്ടിൽ എന്താണ് എക്സ്പ്ലെയിൻ ലിബറലൈസേഷൻ എന്ന് പറയും. കാരണം എന്താണെന്ന് കാണിച്ചിട്ട് നോക്കി, ഇത് മാത്രമാണ്, ഇത്രയാണ് നമ്മുടെ ലിബറലൈസേഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. നോക്കി, ലിബറലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ് ടു പുട്ട് ആൻഡ് എൻഡ് ടു ദ റെസ്ട്രിക്ഷൻസ് ആൻഡ് ഓപ്പൺ വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. എന്താണ് എലിമിനേറ്റ് ചെയ്യുക, ഗവൺമെൻറ് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, ആ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുക, നിർത്തലാക്കുക. എന്നിട്ട് എന്താണ് നമ്മുടെ ഇക്കോണമി എല്ലാ സെക്ടേഴ്സിനും ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് ലിബറലൈസേഷൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി ലിബറലൈസേഷൻ ഏതൊക്കെ മേഖലയിൽ വന്നു നോക്കി, ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസിൽ കൊണ്ടുവന്നു, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിൽ കൊണ്ടുവന്നു, ടാക്സ് റീഫോംസിൽ കൊണ്ടുവന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നതാണ് എന്ത്, ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസ്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു, എന്താണ് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം, അത് നിർത്തലാക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം, അവിടെ അഡീഷണൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ലൈസൻസ്, അത് ഇത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അല്ലേ. ഈ ലൈസൻസിങ് ഒക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി, അത് അങ്ങോട്ട് അബോളിഷ് ചെയ്തു, ഇടിച്ച് നികത്തി എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്താണ്, ചില ഇൻഡസ്ട്രീസിന് എന്താണ് നമ്മുടെ ഗവൺമെൻറ് ആ ഒരു ലൈസൻസിങ് കീപ്പപ്പ് ചെയ്തിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു ഇൻഡസ്ട്രീസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്താ കാരണം. നോക്കി, ആൽക്കഹോൾ ആയിക്കോട്ടെ, സിഗരറ്റ്സ് ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽസ്, ആറ്റോമിക് എക്സ്പ്ലോസീവ്സ്, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എന്താണ് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ആൽക്കഹോൾ ഒരു ബിവറേജ് തുടങ്ങണമെങ്കിൽ എന്താണ് അതിന് ലൈസൻസ് വേണമെന്നുള്ള സംഭവം കൊണ്ടുവന്നു. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഞാൻ നോക്കി, നമ്മുടെ ആറ്റോമിക് എനർജിയും അതേപോലെ റെയിൽവേ ചില റെയിൽവേ സെക്ടറിൻ്റെ ചില സാധനങ്ങൾക്ക് കോർ ആക്ടിവിറ്റീസ് ഓഫ് റെയിൽവേ സെക്ടേഴ്സും അതേപോലെ ആറ്റോമിക് എനർജി മാത്രമാണ് എന്തെന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിന് മാത്രമായിട്ട് റിമൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മളൊരു സംഭവം ഉണ്ടായിരുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഒരുപാട് ബെനഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നു. അതായത് ഈ ചില സംഭവങ്ങളൊക്കെ അവർക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി, അത് അങ്ങനെ കുറച്ച് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, മെനി സ്മോൾ സ്കെയിൽ ഗുഡ്സ് ആർ ഡീറിസർവ്ഡ് എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, അത് മാർക്കറ്റ് ഡ്രിവൺ ആക്കി, മാർക്കറ്റിലെ ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചാക്കി പ്രൈസസ് ഫിക്സ് ചെയ്യുന്നുള്ള കാര്യം കൊണ്ടുവന്നു. അതാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസിൽ വന്ന മാറ്റം. ഇനി ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അപ്പെക്സ് ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ RBI ആണ് അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു റെഗുലേറ്റർ ആയിരുന്നു അല്ലേ. നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടർ, നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സെക്ടർ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അവരായിരുന്നു. അപ്പോൾ ആ റെഗുലേറ്റർ, ആ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് എന്താണോ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിന് ആവശ്യമായിട്ടുള്ളത് ആ ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആക്കി മാറ്റുക. അതായിരുന്നു നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. റെഡ്യൂസ് ദ റോൾ ഓഫ് RBI ഫ്രം റെഗുലേറ്റർ ടു ഫെസിലിറ്റേറ്റർ ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ വന്ന മാറ്റം. ആൻഡ് തേർഡ് വൺ ആണ് ടാക്സ് റിഫോംസ് എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം ടാക്സ്, നികുതി, ടാക്സ് നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് നമുക്കറിയാം, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇൻകത്തിൽ വരുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ടാക്സ് വെട്ടിക്കാൻ ആൾക്കാർ ശ്രമിക്കും. കാരണം ഇപ്പോൾ നോക്കി 10,000 രൂപ ആകെ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 10% ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ കാര്യം, 1000 രൂപ അങ്ങനെ പോവല്ലേ. അപ്പോൾ ആളുകൾ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഇൻകം കാണിക്കത്തില്ല, ഇൻകം കുറച്ച് കാണിക്കും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ടാക്സ് ഇവേഷൻ. അങ്ങനെ ടാക്സ് ഇവേഷൻ കൂടിയത് കാരണം എന്താ ചെയ്തത്, നമ്മുടെ ഗവൺമെൻറ് എന്തെടുത്തു, ടാക്സ് റേറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് സംഭവം എന്ന് പറഞ്ഞത്. കോർപ്പറേഷൻ ടാക്സും കാര്യങ്ങളും, കോർപ്പറേഷൻ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബിസിനസ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഇത്ര % ടാക്സ് ആയിട്ട് അടയ്ക്കണം. അതാണ് കോർപ്പറേഷൻ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ചു എന്നാണ് പറഞ്ഞത്. ആൻഡ് നമ്മൾ പുതിയൊരു ടാക്സ് കൊണ്ടുവന്നു, അതാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒരു യൂണിഫൈഡ് ടാക്സ് സിസ്റ്റമാണ്. അതായത് വൺ നേഷൻ വൺ മാർക്കറ്റ് ആൻഡ് വൺ ടാക്സ്. ഓക്കെ, അതാണ് GST എന്ന് പറയുന്നത്. എല്ലാ ടാക്സോടെ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മുടെ GST എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ്
ഫോർത്ത് വൺ ആണ് എന്ത്, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ രാജ്യത്തേക്ക് വരാനായിട്ട്, ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് നടക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ റുപ്പിയുടെ വാല്യൂ, ഓക്കെ, റുപ്പിയുടെ വാല്യൂ എന്താ, നമ്മൾ ഡീവാല്യൂ ചെയ്തു എഗനസ്റ്റ് ഫോറിൻ കറൻസി. നോക്കി, റുപ്പി വാസ് ഡീവാല്യൂഡ് എഗനസ്റ്റ് ഫോറിൻ കറൻസി വിച്ച് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ്. നമ്മുടെ റുപ്പിയുടെ വാല്യൂ നമ്മൾ ഡീവാല്യൂ ചെയ്തു, എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദി ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റീഫോംസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ട്രേഡിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും, നമ്മൾ എന്താ ഇമ്പോർട്ട് ലൈസൻസിങ് ഒക്കെ എടുത്ത് മാറ്റി. ഓക്കെ, ഇമ്പോർട്ട് ലൈസൻസ്, അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു, മറ്റുള്ള രാജ്യത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ കുറേ ഖോട്ടാസും താരിഫ്സും ഒക്കെ വെച്ചിരുന്നു, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി. പക്ഷേ എന്താണ്, ചില എന്താണ് ഇൻഡസ്ട്രീസിൽ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് അപ്പ് ചെയ്തു. അതാണ് എന്ത്, ഹസാഡസ് ആൻഡ് എൻവയൺമെന്റലി സെൻസിറ്റീവ് ഇൻഡസ്ട്രീസിന് മാത്രം നമ്മൾ എന്താ ആ ഒരു ഇമ്പോർട്ട് ലൈസൻസിങ് അതുപോലെ കീപ്പ് അപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നോക്കിയാൽ നമ്മൾ എന്താണ്, നമ്മൾ കൺസ്യൂമർ ഗുഡ്സിലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിലും ഒക്കെ എന്താ അഗ്രികൾച്ചർ ഇമ്പോർട്ട്സിലൊക്കെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു, ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റി എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ എന്താണ്, എക്സ്പോർട്ട് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്, put an end to the restrictions and open various sectors of the economy എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഗവൺമെൻറ് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടോ അതൊക്കെ എലിമിനേറ്റ് ചെയ്യുക, അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താ, പ്രൈവറ്റൈസേഷൻ എന്ന് പറയും. ഈ പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് ആ പേരിൽ തന്നെയുണ്ട്, പ്രൈവറ്റൈസ് ചെയ്യുക. എന്താണ്, നമ്മുടെ ഒരു പബ്ലിക് സെക്ടറിൻ്റെ ഓണർഷിപ്പ്, എന്താണ് ഒരു ഓണർഷിപ്പും അതിൻ്റെ കൺട്രോളും ഒക്കെ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ownership and control of public sector undertakings to private. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റൈസേഷൻ്റെ ഒരു എന്താണ്, നമ്മുടെ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻസിയോ എന്താണ് അത് നല്ലതായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തതുകൊണ്ടോ ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ് ഈ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്സിന് പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻസിയും അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നടത്തുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തും. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിലാണ് കേട്ടോ, സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ഷെയർ നമ്മൾ സെല്ലിയാണ്, അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും എന്താണ് നമ്മുടെ ഗവൺമെന്റിന് എന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തതുകൊണ്ട് പ്രൈവറ്റൈസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്താണ് എങ്കിലും കുറച്ച് ഇൻഡസ്ട്രീസ് എന്താണ് നമ്മുടെ ഗവൺമെന്റ് അത് പബ്ലിക്കിന് തന്നെയായിട്ട് കീപ്പ് അപ്പ് ചെയ്തു എന്നാണ്. അതാണ് മഹാരത്ന, മിനി രത്ന, നവരത്ന എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് എന്താ, ഗ്ലോബലൈസേഷൻ എന്ന് പറയും. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഓഫ് എക്കോണമി. എന്താണ്, അതായത് ആ വേൾഡ് വിത്തൗട്ട് ബോർഡേഴ്സ്, എല്ലാ എക്കോണമിയും ഒന്നിച്ചാക്കുക. ഓക്കെ, അങ്ങനെ എന്താണ് ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അതാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഏറ്റവും വലിയൊരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഔട്ട് സോഴ്സിംഗ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഔട്ട് സോഴ്സിംഗ്. നോക്കിയേ, പ്രൈവറ്റൈസേഷൻ, സെല്ലിംഗ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ടു ദ പ്രൈവറ്റ് സെക്ടർ അലോയിങ് ഗ്രേറ്റർ പ്രൈവറ്റ് ഇൻവോൾവ്മെന്റ് ഇൻ പ്രീവിയസ്ലി ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻഡസ്ട്രീസ് എന്നാണ് പറഞ്ഞത്. നോക്കി, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ ടു ഇംപ്രൂവ് എഫിഷ്യൻസി. അല്ലെ, എന്താണ് ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണെങ്കിൽ അവിടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും. എന്താണ് സെയിൽ ഓഫ് ഗവൺമെന്റ് ഷെയർസ് ഇൻ ദി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, എന്തിനു വേണ്ടിയിട്ടാണ്, എഫിഷ്യൻസി കൂട്ടാനായിട്ട്. പക്ഷെ എന്താണ് ഇങ്ങനെ നമുക്കറിയാം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് മൊത്തം നഷ്ടത്തിലായിരുന്നു. പക്ഷേ എങ്കിലും എന്താണ് ഗവൺമെന്റ് കുറച്ച് ഇൻഡസ്ട്രീസ് അവരുടെ ഭാഗത്ത് തന്നെ വെച്ചു, പ്രൈവറ്റൈസ് ചെയ്തില്ല, പകരം എന്താണ് അവരുടെ ഗവൺമെന്റ് ഓണർഷിപ്പിൽ തന്നെ വെച്ചു. അതാണ് എന്ത്, മഹാരത്ന, നവരത്ന ആൻഡ് മിനി രത്ന എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റഗ്രേഷൻ ഓഫ് ദി എക്കോണമി ഓഫ് ദി കൺട്രി വിത്ത് വേൾഡ് എക്കോണമി. എന്താണ് നമ്മുടെ രാജ്യത്തെ എന്താണ് വേൾഡ് എക്കോണമിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുക, ഒന്നിപ്പിക്കുക, യൂണിഫൈ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതിൻ്റെ ഏറ്റവും വലിയൊരു ഔട്ട്കം ആണ് എന്തെന്ന് പറയുന്നത്, ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സോഴ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടല്ലോ, ഡെവലപ്ഡ് കൺട്രീസ് എന്താ ചെയ്യുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസിൽ വന്നിട്ട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളൊരു ഔട്ട് സോഴ്സിംഗ് ഒരു കൺട്രിയാണ് നമ്മുടെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു കൺട്രിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം അമേരിക്ക പോലത്തെ ഒരു കമ്പനി നമുക്കറിയാം, നമ്മുടെ ബിഗ് ഫോഴ്സ് EY, PwC അല്ലെങ്കിൽ KPMG, അതൊക്കെ എന്താണ് നമുക്കറിയാം, ഡെലോയിറ്റ്, ഇതൊക്കെ ബിഗ് ഫോഴ്സ് ആണ്. അതൊക്കെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് അല്ലേ. ആ കമ്പനീസ് നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഔട്ട് സോഴ്സിംഗ് ഏജൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അമേരിക്കയിൽ ആ ഒരു സെയിം ജോലി ചെയ്യാൻ ചിലപ്പം 100 രൂപ ഒരു മണിക്കൂർ കൊടുക്കണമായിരിക്കും. പക്ഷേ അതേസമയം ഇന്ത്യയിലാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതിയായിരിക്കും ഒരു മണിക്കൂർ.
ഓക്കെ, ചീപ്പാണ്. പിന്നെ എന്താണ്, നമ്മൾ ഇവിടെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ ഭയങ്കര പ്രൊഫഷൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ കാരണമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താ ഔട്ട് സോഴ്സിങ്ങിൽ മെയിനായിട്ട് തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്താണ്, റെസ്ട്രിക്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക, ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ്. പ്രൈവറ്റൈസേഷൻ എന്താണ്, നമ്മുടെ എന്താണ് ഓണർഷിപ്പും കൺട്രോളും പബ്ലിക് സെക്ടറിൻ്റെ പ്രൈവറ്റിന് കൊടുക്കുന്നു. ഗ്ലോബലൈസേഷൻ എന്താണ്, ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇക്കോണമി ഓഫ് ദി കൺട്രി വിത്ത് ദി വേൾഡ് എക്കോണമി. അത്രയേ ഉള്ളൂ സംഭവം തന്നെ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് മിസ് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഏതെങ്കിലും ചാപ്റ്ററിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.